ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ടോ, കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വെറുപ്പിച്ച് എന്നും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഫോട്ടോഷൂട്ടൊക്കെ എപ്പോഴാണ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു ദിവസമായിരിക്കും പണിയെടുക്കുക. ആ പണിയെടുക്കുന്ന ദിവസം ഞാനൊരു 10 കോസ്റ്റ്യൂം അല്ലെങ്കിൽ 15 കോസ്റ്റ്യൂം അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ട് 10 കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്, ഒരു ഗൗണാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ റെഫറൻസ് പറഞ്ഞാണ്. എനിക്കറിയാം മണ്ണുള്ളപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്യൂട്ട് ആവില്ലെന്ന്, പക്ഷേ എൻ്റെ ആഗ്രഹം. ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം, ഒരു ബ്ലാക്ക് ഗൗൺ തന്നെയാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലത്തേന് ഒരു കേളി ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി എക്സ്റ്റൻഷൻ. ഇതും അതിന് തന്നെ വെക്കുകയാണ്, കാരണം എൻ്റെ മുടി ഫുൾ കേൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളേ അല്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസത്തെ ഒരു ഡ്രസ്സിൻ്റെ ഷൂട്ട് മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷൻ വേറെ വെച്ചു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലുക്കിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇതാണ് എൻ്റെ എപ്പോഴത്തെയും ടീം. നീതു ചേച്ചി ബ്രൈഡൽ ഇന്നോവേഷൻ എന്നാണ്, തിരുവല്ലയിലുള്ള ചേച്ചിയാണ്. എപ്പോൾ എൻ്റെ ഫോട്ടോഷൂട്ട്സ് പ്ലാൻ ചെയ്താലും കോമോ ഫോട്ടോഗ്രാഫി ആൻഡ് നീതു ചേച്ചി എപ്പോഴും എൻ്റെ കൂടെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ഷൂട്ട് പ്ലാൻ ചെയ്ത് ആദ്യം വിളിക്കുന്നത് ഇവരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ഇപ്പോഴും നടത്തുക ബ്ലാക്ക്നെസ്സിലായിരിക്കും. ഇതാണ് എൻ്റെ തേർഡ് കോസ്റ്റ്യൂം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് നമ്മുടെ ക്രൗൺ ഏരിയ മാത്രം ഒന്ന് കേൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, കാരണം ഫുൾ കേളിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ട് പോസിബിൾ. അപ്പോൾ ഇത് ഒരു ക്രിസ്മസിൻ്റെ തന്നെ ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കേൾ ചെയ്തിട്ട് ഒരു മെസ്സി പോലെ തന്നെ പുറകിൽ ബൺ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പുറകിൽ കുറേ സാധനങ്ങളൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ, കാരണം എനിക്ക് കുറച്ച് ഒതുക്കം തോന്നുന്ന രീതിയിലുള്ളൊരു കോസ്റ്റ്യൂമായിരുന്നു ഇത്. കാരണം ഫസ്റ്റ് ഒക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വണ്ണുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഫ്രില്ലുള്ളതൊന്നും ചെയ്യരുതെന്ന് ആൾക്കാർ പറയും. പക്ഷേ സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഫ്രില്ലുള്ളത്, സ്ലീവ്ലെസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ണാണെങ്കിലും അങ്ങനത്തെയൊക്കെ ഇടുന്നത്. അപ്പോൾ മൂന്നാമത്തെ കോസ്റ്റ്യൂമിൻ്റെ ഹെയർ സ്റ്റൈൽസ് പരീക്ഷണങ്ങളിലാണ് അവർ. നമ്മൾ ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നോക്കും കേട്ടോ. കാരണം ഒരു ദിവസം 10 ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ചെയ്യാനുള്ള സമയമില്ല. കാരണം പിന്നെ ഞങ്ങൾ തുടങ്ങുന്നത് 10 മണിക്കായിരിക്കും. ഒരു 2 മണി കൊണ്ട് ഞങ്ങൾ 2 മണിക്ക് മുമ്പേ ഞങ്ങൾ തീർക്കുകയും ചെയ്യും 10 കോസ്റ്റ്യൂംസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഷടപടേന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ഇതൊരു ക്രിസ്മസിൻ്റേതായതുകൊണ്ട് നമ്മളൊരു ഹെയർ ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വൈറ്റ് പേൾ പോലെ തന്നെ സ്റ്റിക്കറൊക്കെ എൻ്റെ ആ ഒരു മെസ്സി ബണ്ടിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തേർഡ് ലുക്ക് പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോഷൂട്ട്. ഇതാണ് എൻ്റെ 4ാമത്തെ ഡ്രസ്സ്. ഇതൊരു സാരിയാണ്, ഒരു കോട്ടൺ ലിനൻ പ്ലസ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ സാരി. ഒരു ഗ്രീൻ കമ്മലൊക്കെ വെച്ച് നമ്മൾ ആ വെച്ച കേളി ഹെയറിന് അങ്ങനെ തന്നെ ലൂസായിട്ട് കുറച്ച് ചീവി കളയുമല്ലോ, അങ്ങനെ എന്നിട്ട് ലൂസായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ 4th ലുക്ക്. പിന്നെ ഉള്ളത് വേറൊരു സാരി തന്നെയാണ്. ഇതൊരു സെമി ബനാറസി, ഒരു ബർഗണ്ടി പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഒരു ജിം കേക്ക് ഇട്ടിട്ട് കുപ്പിവളയൊക്കെ ഇട്ട് ട്രഡീഷണൽ ലുക്ക്. എനിക്ക് ഓഫ് കോഴ്സ് എപ്പോഴും ഒരു ട്രഡീഷണൽ ലുക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുക. ഇതാണ് അടുത്ത ലുക്ക്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കുളിപ്പിന്നൽ രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ്. ഇത് അടുത്തത്. എപ്പോൾ ഷൂട്ട് ചെയ്താലും സെറ്റ് സാരി, സെറ്റുമുണ്ട്, ഈ വക സാധനങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതൊരു ഗ്രീൻ കളറിലുള്ളൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഒരു നല്ലൊരു ഗ്രീൻ കളർ, നമ്മുടെ ചെറുപയർ വച്ചാന്നൊക്കെ പറയുന്ന പോലെ. അതിന് നമ്മൾ ജസ്റ്റ് മുടി ഒന്നിങ്ങനെ പിന്നി ഇട്ടു. ഇതിപ്പോൾ ഓണമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മുല്ലപ്പൂ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഒരു അടുത്ത ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഒരു സൽവാറാണ് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് ലൂസായിരുന്നു, പക്ഷെ നമ്മൾ പുറകിൽ സേഫ്റ്റി പിൻ കുത്തിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ റീൽസിലൊന്നും സേഫ്റ്റി പിൻ അറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് ആക്ച്വലി ഫോട്ടോയിൽ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കാരണം നെക്ക് പോർഷനിലെ ആ ഒരു വർക്കൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും കുറച്ച് നല്ല ഒതുങ്ങി കിടക്കണ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബാക്കി നമ്മൾ ആ കേളി ഹെയർസിനെ മാച്ച് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു വേവി പോലെ കിടക്കുമല്ലോ. ഇത് എൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഒരു ഗ്രീൻ കളറിലുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് കറക്റ്റ് സൈസായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒരു ലൂസ് ഹെയർ പോലെ വിട്ടു. ഈ കേൾ ചെയ്തത് കുറച്ച് കഴിയുമ്പം എൻ്റെ തലയിൽ ഒന്നും നിൽക്കില്ല. കേൾ ചെയ്താലും സ്ട്രൈറ്റ് എല്ലാം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ നോർമൽ ഹെയർ ആവും. അപ്പോൾ കേൾ ചെയ്തത് ലൂസായി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലാസ്റ്റ് കോസ്റ്റ്യൂം. ധാവണിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റീൽ പോർഷനിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 കോസ്റ്റ്യൂമാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഈ ഒരു ടീമിൻ്റെ കൂടെ ആണ് ഞാൻ എപ്പോഴും എല്ലാ മന്തിലും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം ഞാനൊരു 10 15 അങ്ങനെയൊക്കെ ഒന്നിച്ച് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിട്ട് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു ഫോട്ടോഷൂട്ട് ഡേ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.